നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കുറിച്ച് തന്നെ പറയുകയായിരുന്നു. ഗൂഗിൾ ദൈവം തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് എന്ത് ചോദിച്ചോ എല്ലാത്തിനുള്ള ഉത്തരം ഗൂഗിളിലുണ്ട്. ഗൂഗിള് മറുപടി തരാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും മറുപടി തരുന്ന ഒരാളാണ്. നമുക്കിപ്പോ ഒരാളെ കണ്ടുപിടിക്കണം. ഇപ്പം ഒരു വണ്ടിയിൽ ഒരാൾ പോയെന്ന് വെച്ചാൽ, ഇത് എനിക്ക് റിയൽ ആയിട്ട് ഒരു ലവ് സ്റ്റോറി പൂവണിയ കഥയാണിത്. ആൾക്കാരുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താതെ തന്നെ പറയാം. ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടു. അപ്പൊ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ ട്രാക്ക് ഡൗൺ ചെയ്യണം എങ്ങനെയെന്ന് അറിയാതെ ഇരുന്നപ്പോഴാണ് ഗൂഗിൾ ഭഗവാന്മാരോട് പ്രാർത്ഥിച്ചതും. ഉടനെ തന്നെ ഈ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. വണ്ടി നമ്പർ നോട്ട് ചെയ്ത് നമ്മുടെ വെഹിക്കിൾ അതോറിറ്റിയുടെ സൈറ്റിൽ നിന്നും, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സൈറ്റിൽ നിന്നും വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തു. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും അഡ്രസ്സും വെച്ച് ഇത് എത്ര പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ആ വീട് കണ്ടുപിടിച്ചു. ആ വീട്ടിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവസാനം എന്ത് എളുപ്പമെന്നറിയോ, ഒരാളെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിന്നായം പോലെ മാറുന്ന ഒരാളെ, മിന്നിമായുന്ന ഒരാളെ നമുക്ക് ഗൂഗിളിൽ ഇന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ പ്രണയം പോവാണ്. ഇന്ന് കല്യാണം വിവാഹിതരാണ്. അതെ. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയൊക്കെയാണ് ഗൂഗിൾ മാറ്റിമറിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അല്ലേ. തീർച്ചയായും. ഇങ്ങനെ ഗൂഗിള് നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഗിളിന്റെ കുറെ സേവനങ്ങളുണ്ട്. ഇപ്പോ ഏറ്റവും ഒടുവിൽ വന്ന ഒരു സേവനമാണ് ഗൂഗിൾ പ്ലസ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ ഗൂഗിളിന്റെ അത്രയും ഒരു വിജയത്തിലേക്ക് എത്തിയില്ല അല്ലെ. ഇപ്പം ഗൂഗിൾ സോഷ്യൽ നെറ്റ്വർക്കിംഗിലോട്ട് ഇറങ്ങിയതൊന്നും തന്നെ പണ്ട് ഓർമ്മയുണ്ടോ? ഓർക്കുട്ട്. അത് ഗൂഗിളിന്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അത് ഭയങ്കരമായ വിജയമായില്ല എന്ന് പറയാൻ പറ്റില്ല. അന്ന് ഓർക്കുട്ട് ആയിരുന്നു എല്ലാവർക്കും. ഫേസ്ബുക്ക് ആരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന് പറഞ്ഞ സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ. പക്ഷെ എങ്കിൽ പോലും ഫേസ്ബുക്കിന്റെ ആ ഒരു ഭീകരത ശരിക്കും ഓർക്കുട്ടിനെ വിഴുങ്ങിക്കളയും. അപ്പൊ ശരിക്കും ഗൂഗിളിന്റെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ടേം, അതായത് നമ്മൾ ഇന്റർനെറ്റിലൂടെ ആൾക്കാരുമായി ഒരു സോഷ്യലി ആൾക്കാരുമായി ബോണ്ട് ചെയ്യുക എന്നുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഗൂഗിളിന് വലിയ രാശിയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം ഓർക്കുട്ട് ആണെങ്കിലും അതെ, ഗൂഗിൾ പ്ലസ് ആണെങ്കിലും അതെ. ഗൂഗിൾ പ്ലസ് എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. കാരണം പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് വരുന്നു. അപ്പൊ നമ്മൾ ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ ഇത്രയധികം കൺഫ്യൂഷൻസ് വരുമ്പോൾ കുറേ കൂടെ ഒരു ഏജ്ഡ് ഗ്രൂപ്പിലേക്ക് അത് ഒട്ടും ഒരു സ്വീകാര്യത ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. അത്തരത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഗൂഗിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ നമ്മുടെ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക്ഡ് ആണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 2007 മുതൽ എൻ്റെ ഫോൺ എല്ലാം തന്നെ എൻ്റെ ഫോണിൽ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2007 മുതലുള്ള എൻ്റെ ഫോട്ടോസ്, ഇപ്പം ഇന്ന ദിവസം ഞാൻ എടുത്ത ഫോട്ടോസ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ദിസ് ഡേ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരും. ഫേസ്ബുക്കിൽ പക്ഷെ നമ്മൾ മിനിമം ഫോട്ടോസ് അല്ലേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബാക്കപ്പ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഗൂഗിളിന്റെ ഡേറ്റാബേസിലേക്ക്, ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയും, ഗൂഗിൾ ക്ലൗഡ്. ഇപ്പൊ എല്ലാ ഡേറ്റയും ക്ലൗഡിലോട്ടാണ് പോകുന്നത്. അപ്പം ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഫോണിന് ഇപ്പം എന്താണ് 16 MB അല്ലെങ്കിൽ 16 GB അല്ലെങ്കിൽ 32 GB ഉള്ളുവെങ്കിലും ക്ലൗഡിന് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് ക്ലൗഡിൽ എത്ര വേണമെങ്കിലും സ്പേസ് വാങ്ങിക്കാം. അപ്പം ഈ നമ്മുടെ ഫോട്ടോസ് എല്ലാം ക്ലൗഡിലോട്ട് പോയിരിക്കുകയാണ്. ഈ ക്ലൗഡിൽ നിന്നും അവർ ഓർമ്മിക്കും 4 വർഷം മുമ്പ് ഈ ദിവസം നിങ്ങൾ ഇത് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. എന്തൊരു നല്ല റിമൈൻഡറാണ് അല്ലേ. നമ്മുടെ ശരിക്കും ഒരു മെമ്മറിയും നമുക്ക് പൊലിഞ്ഞു പോകരുത് എന്നുള്ളത് തന്നെയാണ് ഒരു ആഗ്രഹവും കൂടെ ഗൂഗിളിലുണ്ട് എന്ന് പറയേണ്ടി വരും. അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ് ഷുയെ കുറിച്ചുള്ള സംശയ നിവാരണത്തിന് ഇന്ന് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടറായ ഡോക്ടർ ഷാജി കെ നായർ സാറാണ്. സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. ഫെങ് ഷുയി ചൈനീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ വാസ്തുവും ആ ഫെങ് ഷുയും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഫെങ് ഷുയും ഇന്ത്യൻ വാസ്തുവും തമ്മിൽ, കാരണം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പേരിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെയാണ് അതും, മനസ്സിലാവുന്നു കേട്ടോ. പല ആൾക്കാരുടെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, സാർ അത് ചൈനയിൽ അപ്ലൈ ചെയ്യേണ്ട സാധനം ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എത്രത്തോളം ഫലം ഉണ്ടാവുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ വാസ്തു തന്നെയാണ്. അതിനകത്തുള്ള കുറച്ചും കൂടെ ഡീപ്പായിട്ട് അത് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഇന്ന പോയിന്റിൽ ഇന്ന ഗാഡ്ഗഡ്സിൽ വെച്ചു, അത് ബേസിക് ഫെങ് ഷുയിട്ട് വരുന്നുള്ളൂ. ഇന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള എനർജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നും അതിനകത്ത് പറയുന്നുണ്ട്.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഇവിടെ തെക്ക് കിഴക്ക് ഭാഗം ഇന്ത്യൻ വാസ്തുവിൽ അഗ്നികോണും അതിൽ തെക്ക് ഭാഗമാണ് അഗ്നിയുടെ ഭാഗം. ഇങ്ങനെ ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ് വരുന്നത്. പിന്നെ വീടിൻ്റെ ഡയറക്ഷൻസും ഇതും എല്ലാം നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച്, ഇപ്പം ഞാനൊരു പ്ലാൻ റീകറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. പുതിയ വീടൊക്കെ നമ്മൾ ബേസിക് പ്ലാൻ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഒരു വീടിന് 5 പ്രായമുണ്ട്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നീ 5 പ്രായമുണ്ട്. അതിലെപ്പോഴും കൗമാരോ അല്ലെങ്കിൽ യൗവനോ ആണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. ബാല്യവും അതേപോലെ തന്നെ വാർദ്ധക്യവും മരണവും ഒന്നും ഒട്ടും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് ആ ബേസ്മെൻറ്റ് അതിലാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. ആ ബേസ്മെൻറ്റ് എത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഏത് അവസ്ഥയിലാണ്, അത് യൗവനാവസ്ഥയിലാണോ, കൗമാരത്തിലാണോ, അല്ലെങ്കിൽ ബാല്യത്തിലാണോ, അല്ലെങ്കിൽ മരണാവസ്ഥയിലാണോ, ഇതൊക്കെ കണ്ടുപിടിക്കുവാൻ ആ ബേസ്മെൻറ്റിൻ്റെ ആ ഒരു അളവാണ് നമുക്ക് ആവശ്യം. ആ ബേസ്മെൻറ്റിൽ കൃത്യമായിട്ട് അളന്നതിന് ശേഷം അതിൽ അല്പം ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പോലും, അതായത് 1 ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം വന്നാൽ ചിലപ്പോൾ മരണത്തിലോട്ട് മാറിപ്പോകും. അപ്പം അത് ഫസ്റ്റ് ശ്രദ്ധിക്കുക. അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഒരു പ്രായം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് അപ്ലൈ ചെയ്യുന്നത് ഫെങ്ഷുയി മുഖേനയാണ്. കാരണം ഓരോ റൂമുകൾ, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ റൂമുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ 4 പോസിറ്റീവ് എനർജിയും 4 നെഗറ്റീവ് എനർജിയാണുള്ളത്. അപ്പോൾ റൂമുകൾ, മാസ്റ്റർ ബെഡ്റൂം എവിടെ വരണം, ടോയ്ലറ്റ് എവിടെ വരണം, കിച്ചൺ എവിടെ വരണം, സ്റ്റോർ റൂം എവിടെ വരണം, ഇത് ലിവിങ് റൂം എവിടെ വരണം, ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ഈ ഫെങ്ഷുയി മുഖേന, അതായത് ലോഷോ സ്ക്വയർ വെച്ച് നമ്മളത് കണ്ടുപിടിക്കും. അപ്പോൾ എത്ര ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ വീടിൻ്റെ പ്രധാന വാതിൽ വരേണ്ടത്. ബേസ്മെൻറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പ്രധാന വാതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കറക്റ്റായിട്ടുള്ള ആംഗിൾ നമുക്ക് കിട്ടിയാൽ ബാക്കി ഈ പറയുന്ന രീതിയിലുള്ള റൂമുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി കഴിയും. വീട് ബേസ് തൊട്ടേ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി 100% നമുക്ക് നല്ല മാറ്റമാണ് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കന്നിമൂലയിലാണ് എല്ലാവരും കുറ്റിയടിക്കുന്നത് പുതിയ ഇത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വാസ്തുവിന് അത് കന്നിമൂലയിലേ അടിക്കാവെന്ന് പറയാറില്ല. വാസ്തുപുരുഷൻ്റെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വാസ്തുപുരുഷൻ്റെ കാലിൻ്റെ ഭാഗത്താണ് ഈ കുറ്റിയടിക്കേണ്ടതെന്ന് പറയാറുണ്ട്. വാസ്തുപുരുഷൻ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ഓരോ 3 മാസം കഴിയുമ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കൊണ്ടുവന്ന് കന്നിമൂലയിൽ കുറ്റിയടിച്ചാലോ? ചിലപ്പോൾ വാസ്തുപുരുഷൻ്റെ തലയിലായിരിക്കും നമ്മൾ അടിക്കുന്നത്. അത് ഈ കുറ്റിയടിക്കുന്ന സമയം നമ്മളൊന്ന് വ്യക്തമായിട്ട് നോക്കി ഏത് ഭാഗത്താണോ കുറ്റിയടിക്കേണ്ടത് ആ കുറ്റിയിൽ നിന്ന് ആദ്യം പിടിക്കുന്ന ചരട് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് നോക്കിയാൽ വീടിൻ്റെ നമുക്ക് എന്താ പറയുക, ബേസ്മെൻറ്റിൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു മുഖം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് പലതിലും പറഞ്ഞിട്ടുള്ളത് പോലെ കിഴക്ക് തന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ കിഴക്കിൽ 3 ഡയറക്ഷൻസ് ഉണ്ട്. ഈസ്റ്റ് 1 2 3, അതേ തെക്കുമുണ്ട് 1 2 3, വെസ്റ്റ് പടിഞ്ഞാറുമുണ്ട് 1 2 3, നോർത്തും ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസിലോട്ടായിരിക്കണം നമുക്ക് തിരിച്ച് വയ്ക്കേണ്ടത്. അത് ഫസ്റ്റ് കുറ്റി അടിക്കുമ്പോൾ തന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല, ആ കുറ്റി അടിച്ച് ബേസ്മെൻറ്റ് റെഡിയായി എന്ന് വെച്ചോളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതെടുക്കേണ്ടത് പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ. ശരിക്കും പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും, പ്രധാന വാതിലിന് ചരിവുണ്ടോ, അതാണ് ശ്രദ്ധിക്കാറ്. അങ്ങനത്തെ ചരിവല്ല. പ്രധാന വാതിലിൽ പുറത്തോട്ടും അകത്തോട്ടും പുറത്തോട്ടും ഇറങ്ങി നിൽക്കുന്നുണ്ടോ അത് ശ്രദ്ധിക്കത്തില്ല ആരും. അത് കൃത്യമായിട്ട് നോക്കണമെങ്കിൽ നമ്മൾ കോമ്പസ് വെച്ച്, ആ ഡിജിറ്റൽ കോമ്പസ് തന്നെ വെച്ച് നോക്കണം. എത്ര ഡിഗ്രി ആംഗിളിലാണ് അത് വരുന്നത്. ആ ഡിജിറ്റൽ കോമ്പസ് വെച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആ കറക്റ്റ് പോയിന്റിൽ നമ്മൾ നിർത്തി പ്രധാന വാതിൽ ഉറപ്പിച്ചാൽ പിന്നെ ഈ പറയുന്ന റൂമുകളും കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പണി പൂർത്തിയാക്കുവാനും പറ്റും. അവിടെ ചെന്ന് താമസമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സക്സസ് ആവുകയും ചെയ്യും. ഈ ഡോറിന്റെ വുഡ് സെലക്ട് ചെയ്യുന്നതിലും അതിൽ കൂടുതൽ ചിത്രപ്പണികൾ വരുന്നതിനെ കുറിച്ചിട്ട് അല്ല, ഈ പ്രധാന വാതിൽ എല്ലാവരും നമുക്ക് സ്വാഭാവികമായിട്ട് പ്രധാന വാതിൽ പാൽവൃക്ഷങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കട്ടളയും വാതിലും, അതായത് പ്ലാവോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആഞ്ഞിലം എന്ന് പറയുന്ന വൃക്ഷം, ഇതൊക്കെ പല ആൾക്കാരും തേക്കും ഈട്ടിയൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ ഈ തേക്ക് ഈട്ടി എന്ന് പറയുന്നതൊക്കെ അസുര വൃക്ഷങ്ങളാണ്. അത് ഫർണിച്ചറിനൊക്കെ മാത്രമേ കൂടുതലായിട്ട് എടുക്കാറുള്ളൂ, വാതിലിൽ അത് എടുക്കാറില്ല.
എന്നാലും എന്താ പ്രധാന വാതിലെ കട്ടള എപ്പോഴും പ്ലാവായിരിക്കും കുറച്ച് ബെറ്റർ. ആ കതകും പ്ലാവ് തന്നെയാണ് കുറച്ചും നല്ലത്. ബാക്കി ഏത് വാതിലൊക്കെ വേറെ ഏത് തടിയായിരുന്നാലും അതിൽ ചിത്രപ്പണികൾ കൂടുതൽ വരുന്നത് അങ്ങനെ ചിത്രപ്പണികളൊക്കെ ഒന്ന് അധികം അട്രാക്റ്റീവ് ആയിട്ട് ദേവിയുടെയോ ദേവൻ്റെയോ അല്ലെ കർത്താവിൻ്റെയോ അല്ലെങ്കിൽ കുരിശോ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ചില ഇതിന് വിഗ്രഹങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അതിന് ആ എനർജി ഒരു ബാലൻസിങ് വ്യത്യാസം ഉണ്ടാവും. ആ ഒരു വ്യത്യാസം നമ്മുടെ വീട്ടിനെ ദോഷകരമായിട്ട് ബാധിക്കാം. കഴിഞ്ഞൊരു 3-4 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീട് പോയി നോക്കി. വീടിൻ്റെ ഫ്രണ്ടിൽ ആ കട്ടളയിൽ തന്നെ വലിയൊരു കുരിശ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി അവർക്ക് നെഗറ്റീവ്. ഞാൻ അത് മാറ്റാൻ പറഞ്ഞു. അത് പുതിയൊരു ആശാരിയെ വിളിച്ചിട്ട് ആ കുരിശിൻ്റെ രൂപത്തെ അവരങ്ങ് മായ്ച്ചു. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം അവർക്കിപ്പോൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അധികം ആയിട്ട് നമ്മൾ ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഞാനൊരു നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയിൽ നടന്നൊരു സംഭവമുണ്ട്. ആറ്റുകാൽ ദേവിയുടെ ഒരു വിഗ്രഹം ഒരു വീടിൻ്റെ ഡോറിൽ പത്രത്തിലൊക്കെ വന്ന വാർത്ത അത് ചോദിച്ചു. അവസാനം ഇപ്പോഴും ആ ഡോർ അവിടെ ഇരിപ്പുണ്ട്, ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ കൊടുക്കുന്നതൊരു പുള്ളിക്ക് ദുഃഖമൊന്നുമില്ല. അപ്പം നമ്മൾ ഏതൊരു ഇത് ചെയ്യുമ്പോഴും അത് പ്രധാന വാതിലൊന്നും കൊണ്ട് ക്ഷേത്രത്തിനെ പോലെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നോർമൽ ഉള്ള ഡോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാം. അധികം ഫ്രണ്ട് ഡോറിൽ വലിയ രീതിയിലുള്ള ഇതൊന്നും കാണിക്കാതിരിക്കുന്നതായിരിക്കും. പൂട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പല മോഡൽസ് മണിച്ചിത്ര പൂട്ടിൻ്റെ നമ്മളത് എന്താ പറയുക അത്രത്തോളം സേഫ് ആയിട്ട് കിട്ടുവാൻ വേണ്ടി മണിച്ചിത്ര താഴ് ഇപ്പോൾ എല്ലാ ഇതിലും നമുക്കത് ചെയ്യുന്നുണ്ട്. അതിലൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആംഗിളാണോ വരേണ്ടത് ആ ആംഗിളിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ഒരു 80% സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ തന്നെ സൂട്ടബിളായിട്ടുള്ള രീതിയിലാണെങ്കിൽ 80% സക്സസ് ആയി കഴിയും. എപ്പോഴും ശ്രദ്ധിക്കുക. പുതിയ വീട് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പുതിയ വീടിൻ്റെ പ്ലാൻ പോലും കറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, പല ആൾക്കാർ ഇപ്പോഴും എനിക്ക് വാട്സാപ്പിലൊക്കെ ഇടാറുണ്ട്, പ്ലാൻ കറക്റ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് വസ്തു കണ്ടാലേ നമുക്ക് അതിനനുസരിച്ചുള്ള ഇപ്പം കിഴക്ക് ദർശനമുള്ള വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ കിഴക്കിൽ അവർക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? ആ വീട്ടിൽ കിഴക്കോട്ടുള്ള ആ സ്ഥലത്ത് കിഴക്കോട്ടുള്ള ദർശനമുള്ള വീട് വയ്ക്കാൻ പറ്റിയില്ല, അതിന് വടക്കോട്ടുള്ളതായിരിക്കാം അല്ലെ തെക്ക്. അത് നമ്മൾ വസ്തു കണ്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ വസ്തു കണ്ടിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ആക്കുന്നതിനും റോളിംഗ് ആക്കുന്നതിലൊക്കെ ഇതിനൊക്കെ എന്തൊക്കെ ഡിഫക്ട്സ് വരുന്നുണ്ടെന്നൊക്കെ. അത് നമ്മുടെ വീടിനകത്ത് ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് എപ്പോഴും അതിൻ്റെ എഡ്ജുകൾ വരാതെ റൗണ്ട് ആയിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡൈനിങ് ടേബിൾ നമുക്ക് ഗ്ലാസ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നും ഗ്ലാസ് ആക്കാം. അടിയിലുള്ള വുഡിലുള്ള ഫ്രെയിമും അല്ലെങ്കിൽ മെറ്റലുള്ള ഫ്രെയിമും ഗ്ലാസ് ആക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ അത് ഇടേണ്ട പൊസിഷൻ കൂടെ ഗ്ലാസ്, അതായത് നമ്മളിപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ആണെങ്കിൽ ഡൈനിങ് വരികയാണെങ്കിൽ ഈ ഗ്ലാസ് ഒക്കെ ഇടുന്നത് കുറച്ചും കൂടെ നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിയതിന് ശേഷം എന്നെ വിളിക്കുക. എന്നെ ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റും. വിളിച്ചിട്ട് വരിക. നമസ്കാരം.